നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അദ്ദേഹം എന്താ ഈ നേരത്തെ വിളിക്കുന്നത്? ദൈവമേ, ചേച്ചിയെ കാണാൻ ഇവിടെ വന്ന് നിൽക്കണോ? ഹലോ ലച്ചു, എനിക്ക് സ്വാതി ഒന്ന് കാണണം. ഞാൻ നാളെ അങ്ങോട്ട് വരും. ഭാഗ്യം, പുറത്തൊന്നും നിൽക്കുന്നില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എനിക്ക് സ്വാതിയെ കണ്ടേ പറ്റൂ. നിങ്ങൾ വന്ന ചേച്ചി കാണാൻ പറ്റില്ല. ഇപ്പൊ ചികിത്സ നടക്കുന്നത് പഴയ സ്ഥലത്തല്ല, അവിടെ ചേച്ചി മാറ്റിയിരിക്കുക. എവിടെ ആയാലും എന്താ, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. നിങ്ങൾ വന്ന അച്ഛനും അമ്മയും കാണും. ഇപ്പൊ തന്നെ സഞ്ജനയുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. നിങ്ങളും സഞ്ജനയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന കാര്യത്തില് അവർക്കിപ്പോ ഒരു സംശയമില്ല. അത് മാത്രമല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞതൊക്കെ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യം നമുക്ക് മാത്രമേ അറിയൂ. ദയവ് ഇത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ലച്ചു പ്ലീസ്. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്. ഞാൻ ഫോൺ വെക്കാം. ലച്ചു, ഹലോ. പാവം, ഈ സ്നേഹമൊന്നും ചേച്ചി അറിയുന്ന പോലുമില്ല. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നാ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. പെരുവണ്ണാപുരത്തമ്മേ, കനിവ് കാട്ടണേ. എന്താ നോക്കുന്നേ? ദൈവമേ, എനിക്കിങ്ങനെ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം എന്റെ മോള് കാണാനിരിക്കുന്നു. എങ്കിലും ഇതെല്ലാം അല്പം കൂടുതലാ. മാസം 3 കഴിഞ്ഞിരിക്കുന്നു. സൂക്ഷിക്കേണ്ട സമയ കടന്നു പോയത്. വലിയ യാത്രകളൊന്നും വേണ്ടെന്നേ ഡോക്ടർ പറഞ്ഞുള്ളൂ. എന്നുവെച്ച് കടുത്ത പണികളൊന്നും നീ ചെയ്യണ്ട. ഇവിടെ നീ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരു തമ്പുരാട്ടി കൂടിയില്ലേ. കവിതയ്ക്കും കിച്ചണിൽ കയറാം. കവിതച്ച് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ദിനേശ് ചേട്ടന് അറിയില്ലേ? മുഴുത്ത അസൂയ. അവളെ അതിൽ വെന്തുരുകുന്ന എനിക്കൊന്ന് കാണണം. ഫംഗ്ഷൻ നടക്കുമ്പോ നീ നോക്കിക്കോ, അവളിവിടെ ഉണ്ടാവില്ല. പാമ്പിന്റെ വിഷം അവൾക്ക്. ആ, അമ്മുനെ ഇതുവരെ ഫോണിൽ കിട്ടിയില്ല. വല്യച്ചൊരു ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. ഞാൻ ഈ വാർത്ത അറിഞ്ഞുടനെ അമ്മുനെ വിളിക്കുക. രാത്രിയായില്ലേ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എന്തായി കാണിക്കുന്നേ? സൂക്ഷിച്ച്. ദിനേശന്റെ ഒരു കാര്യം. ഇതൊക്കെ എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതല്ലേ. എനിക്കറിയില്ലേ, നിങ്ങൾ ആണുങ്ങൾക്ക് ഭാര്യയോട് കളങ്കമില്ലാത്ത സ്നേഹം വരുന്നത് അവൾ ഗർഭിണിയാവുമ്പോഴാ. കുഞ്ഞിനെ പ്രസവിച്ച് കിട്ടിയ അതുവരെയുള്ള സ്നേഹവും തീർന്നു കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.